മനോജ് നമ്പ്യാർസ് ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ന്യൂ മാഹിയിലെയും കാഴ്ചകളാണ്. ന്യൂ മാഹി കണ്ണൂർ ജില്ലയുടെ ഭാഗവും മാഹി പോണ്ടിച്ചേരി സ്റ്റേറ്റിന്റെ ഭാഗവുമാണ്. ന്യൂ മാഹിയിൽ അടുത്തിടെ ഉദ്ഘാടനം ചെയ്ത പാർക്ക് ഏവരെയും ആകർഷിക്കുന്നതാണ്. നമുക്ക് പാർക്കിലെ കാഴ്ചകൾ കാണാം. മാഹി പാലത്തു നിന്നും 2 കിലോമീറ്റർ ദൂരെ മയ്യഴി പുഴയുടെ തീരത്താണ് ഈ മനോഹരമായ പാർക്ക്. ഫ്രഞ്ചുകാർ ആദ്യം 1670 തലശ്ശേരിയിൽ കോട്ട കെട്ടുകയുണ്ടായി. അതിന് ചിറക്കൽ രാജാവും തലശ്ശേരി നാടുവാഴിയായിരുന്ന കുറുമ്പത്ത് നായരും പിന്തുണയ്ക്കുകയുണ്ടായി. എന്നാൽ തലശ്ശേരിയിലെ ഇംഗ്ലീഷുകാരുമായി മത്സരിക്കാൻ അവർക്കായില്ല. തുടർന്ന് 1702 പുന്നോലിൽ അവർ പാണ്ഡികശാല പണിതു. അവിടെയും കച്ചവടം ശോഭിച്ചില്ല. തുടർന്ന് 1721 മയ്യഴിയിൽ ഫ്രഞ്ചുകാർ എത്തുന്നത്. ഇനി ഞാൻ പോകുന്നത് ഫ്രഞ്ച് കോളനിയായിരുന്ന മാഹിയിലേക്കാണ്. ഇന്ത്യയിലെ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യഴി കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു. സാംസ്കാരികമായി കേരളത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശം. രാഷ്ട്രീയമായി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ 4 ഭാഗങ്ങളിലൊന്നാണ് മയ്യഴി. പുതുച്ചേരി നഗരത്തിൽ നിന്നും 630 കിലോമീറ്റർ അകലെയാണ് മയ്യഴി സ്ഥിതി ചെയ്യുന്നത്. മാഹിയിൽ ഫ്രഞ്ചുകാരുടെ ചരിത്രം 1721 ആരംഭിക്കുന്നത്. പടിഞ്ഞാറൻ തീരത്ത് ബ്രിട്ടീഷുകാർ കച്ചവടാധിപത്യം സ്ഥാപിച്ചതോടെയാണ് ഫ്രഞ്ചുകാരും ഇന്ത്യയിലേക്ക് തിരിഞ്ഞത്. ബ്രിട്ടീഷുകാരുമായി കച്ചവടത്തിൽ മത്സരിക്കാൻ അവർക്ക് ഭദ്രമായ കേന്ദ്രം എന്ന നിലയിലാണ് മയ്യഴി തിരഞ്ഞെടുത്തത്. അതിനു മുമ്പ് അവർ തലശ്ശേരിയിലായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. ഇംഗ്ലീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന തലശ്ശേരിയുടെ ഔട്ട് പോസ്റ്റുകളിൽ നിന്നും വളരെ അടുത്തായി നിലനിന്നിരുന്ന മയ്യഴിയിൽ ഫ്രഞ്ചുകാർ സ്ഥാനമുറപ്പിച്ചത് ഇംഗ്ലീഷുകാർക്ക് പേടി സ്വപ്നമായി തീർന്നു. അവർ ഫ്രഞ്ചുകാരുമായി സന്ധിയും കരാറിലും ഏർപ്പെട്ടു. 1728 മാർച്ച് 9 കുരുമുളകിന്റെ വിലയിൽ അവർ ധാരണയിലെത്തുകയും അതിന്റെ വില നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. അങ്ങനെ തലശ്ശേരിയിൽ ഇംഗ്ലീഷുകാരും മയ്യഴിയിൽ ഫ്രഞ്ചുകാരും കച്ചവടം തുടർന്നു. ഫ്രഞ്ച് ഭരണപ്രദേശമായ മയ്യഴിയെയും ഇംഗ്ലീഷ് ഭരണപ്രദേശമായ തലശ്ശേരിയെയും വേർതിരിച്ചിരുന്ന മയ്യഴി പുഴയെ പണ്ടുകാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് വിളിച്ചിരുന്നത്. മയ്യഴിക്ക് ഫ്രഞ്ചുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1954 ജൂലൈ 16 സാംസ്കാരികമായി കേരളത്തിന്റെ ഭാഗമാണ് ഈ പ്രദേശം. മാഹിയിലെ ഒരു പ്രധാന ഹോട്ടലാണ് തീർത്ഥ ഇന്റർനാഷണൽ. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഈ ഹോട്ടൽ മാഹിയുടെ ഹൃദയഭാഗമായ മാഹി പള്ളിയുടെ അടുത്തായി സ്ഥിതി ചെയ്യുന്നു. മാഹി മഹാത്മാഗാന്ധി ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ഡിഗ്രിക്ക് ഒരുമിച്ച് പഠിച്ചിരുന്ന സത്യനും മനോഹരനും ഒരുമിച്ച് നല്ലൊരു ബിരിയാണി കഴിച്ച് ഞാൻ മാഹി യാത്ര അവസാനിപ്പിച്ചു.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.